केरल के मेरे भाइयों और बहनों, भारत माता की, भारत माता की। പ്രധാനമന്ത്രിയായ ശേഷമുള്ള നരേന്ദ്രമോദിയുടെ ആദ്യ കേരള സന്ദർശനത്തിന് ആവേശകരമായ സ്വീകരണമാണ് തൃശൂരിൽ ബിജെപി പ്രവർത്തകർ ഒരുക്കിയത്. LDFും UDFും കേരളത്തെ മാറി മാറി കൊള്ളയടിക്കുകയാണ്. ഇതിനെതിരെ ബിജെപിയുടെ നേതൃത്വത്തിൽ ഇവിടെ മൂന്നാമതൊരു ശക്തി ഉദയം ചെയ്തിരിക്കുന്നു. ശിവന്റെ തൃക്കണ്ണുപോലെ ഈ ശക്തി അഴിമതിയില്ലാതാക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ये जो तीसरी शक्ति दिखाई दे रही है वो शंकर के तीसरे नेत्र जैसी है, जिस नेत्र से बुराइयां भस्म हो जाएगी, भ्रष्टाचार नष्ट हो जाएगा, पाप से मुक्ति मिलेगी। ऐसा शंकर का तीसरा नेत्र, ये तीसरी शक्ति उभर करके आ रही है. ശ്രീനാരായണ ഗുരു അടക്കമുള്ള നവോത്ഥാന നായകരുടെ ശ്രമഫലമായി തൊട്ടുകൂടായ്മ അടക്കമുള്ള അസമത്വങ്ങൾ ഇല്ലാതായി. എന്നാൽ രാഷ്ട്രീയ തൊട്ടുകൂടായ്മ കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. ദേശീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ച നിരവധി പേരാണ് ഇവിടെ കൊല്ലപ്പെട്ടതെന്നും മോദി അഭിപ്രായപ്പെട്ടു. राजनीतिक छुआछूत का माहौल रहा और अपने विपरीत विचारधारा के लोगों को जड़ से उखाड़ फेंको, सामाजिक बहिष्कार करो और जरूरत पड़े तो उनको मौत के घाट उतार दो. इतनी विकृत विचार प्रणाली केरल के अंदर कुछ राजनीतिक नेताओं ने पनपाई है. റബ്ബറിന്റെ വിലയിടിവ് തടയുന്നതിന് ഇറക്കുമതി ചുങ്കം കൂട്ടും, മേക്കിംഗ് ഇന്ത്യ പദ്ധതിയിൽ റബ്ബറിനെ ഉൾപ്പെടുത്തും, യുവാക്കൾക്ക് ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയിലൂടെ കൂടുതൽ അവസരങ്ങൾ നൽകും, പ്രവാസികളുടെ ക്ഷേമത്തിനും മത്സ്യമേഖലയിലെ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കും തുടങ്ങിയ പ്രഖ്യാപനങ്ങളാണ് മോദി നടത്തിയത്. തന്റെ ഭരണ നേട്ടങ്ങൾ വിശദീകരിക്കുവാൻ ഏറെ സമയം ചെലവഴിച്ച പ്രധാനമന്ത്രി കേരളീയർക്ക് ക്രിസ്മസ് പുതുവത്സരാശംസകൾ അർപ്പിച്ചാണ് വേദി വിട്ടത്. മീഡിയ 1 തൃശൂർ.